ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. വിധി കേട്ടിട്ട് ബോബി ചെമ്മണ്ണൂർ തലകറക്കുണ്ടായി എന്നാണ് പറയുന്നത്. തനിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ടെന്ന് കോടതിയോട് പറയുകയും തുടർന്ന് കോടതി വിശ്രമമുറി അനുവദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, പല പ്രമുഖരും ഇങ്ങനെ റിമാൻഡിലാവുന്ന സമയത്ത് തങ്ങൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതുപോലെ എന്തെങ്കിലും തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ വയ്യായിക അഭിനയിച്ചതെന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി ഒറിജിനലായിട്ട് വിധി കേട്ടുള്ള തലകറക്കാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള ഞരമ്പന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് ഈ വിധിനെ പറയാനുള്ളൂ. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇയാളെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത്. ഇതിനു മുമ്പും ഇയാളുടെ പേരിൽ ഇങ്ങനെയുള്ള അസഭ്യം പറഞ്ഞതിന്റെ പേരിലുള്ള കേസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് തുടർന്നുകൊണ്ട് പോവുകയാണ്. ഒന്നും രണ്ടും ഒന്നല്ല, കേസ് വന്നിട്ട് പോലും ഇത് തുടർന്നുകൊണ്ട് പോവുകയും അതും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ അടുത്ത് വരെ തന്റെ മോശം സ്വഭാവം ഇറക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് കോടതി പോലും എനിക്ക് തോന്നുന്നു അയാളുടെ ഭാഗം നിൽക്കാഞ്ഞത്. ഇതിപ്പോ ആദ്യത്തെ കേസൊന്നും അല്ലാന്നാ പറയുന്നത്. ഇതിനു മുമ്പും ഇതേ തരത്തിലുള്ള കേസ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും അടങ്ങാൻ തയ്യാറാവാതെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ നേർക്ക് പോലും ഇത്തരത്തിലുള്ള ആഭാസം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നത് തുടർന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കോടതിക്ക് എടുക്കേണ്ടി വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യമായിട്ട് സംഭവിച്ച ഒരു അബദ്ധമൊന്നും അല്ല. ഇദ്ദേഹം കുറെ കാലങ്ങളായിട്ട് തുടർന്നു പോന്നിരുന്ന കാര്യമെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇന്നലെയൊക്കെ ഒരു വിനീത എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ഒക്കെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ ഇയാളോട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ അടിക്കും എന്ന് വരെ പറയുന്നുണ്ട് ആ വോയിസില്. അങ്ങനെയൊക്കെ സംസാരിച്ച് സ്ത്രീകൾ വിളിച്ച് ഇയാളെ അസഭ്യം പറയും, താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാപ്പോ ഹെൽനോസ് പാത്തയുടെ കാര്യമൊക്കെ ഇപ്പോ സീക്രട്ട് ഏജന്റും ഹെൽനോസ് പാത്തയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് മോശമായി പെരുമാറി വിളിച്ചു വരുത്തിയിട്ടെന്ന്. അങ്ങനെ പല സ്ത്രീകളോടും അവരുടെ അറിവിൽ തന്നെ അന്നത്തെ ദിവസം തന്നെ വേറെ ആരോടും ഇതുപോലെ മോശമായി പെരുമാറി. അപ്പൊ അതുപോലെ പല സ്ത്രീകളോടും അറിയുന്നവരോടും അറിയപ്പെടാത്തവരോടും ഒക്കെ ഇയാള് തന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി തുടർന്നിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഒന്നും രണ്ടും കേസുകളൊന്നുമല്ല ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇയാൾ പണത്തിന്റെ ഹുങ്കില് പല സ്ത്രീകളോടും അപമര്യാദയെ പെരുമാറിയിരുന്നു, സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി അനിവാര്യമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതുപോലെയുള്ള ഞരമ്പന്മാർക്ക് ഒരു പാഠമാണ് ഈ വിധി. ഇനി മേലാല് കമന്റിലൂടെ ആയാലും വീഡിയോയിലൂടെ ആയാലും പൊതുവേദികളിലായാലും സ്ത്രീകളെ അവരുടെ വസ്ത്രത്തിന്റെയോ വേറെ എന്തെങ്കിലും കാരണത്തിന്റെയോ പേരില് ബോഡി ഷെയ്മിങ് ചെയ്യുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജുകളോ വീഡിയോകളോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പാണ് എല്ലാവർക്കും. നമുക്കറിയാം, എല്ലാവരുടെയും കവർ ചെയ്ത് സാരിയൊക്കെ കൊടുത്തു പോകണം അല്ലെങ്കിൽ ചുരിദാറിട്ട് പോണ സ്ത്രീകളെ വരെ, അധികം എക്സ്പോസ്ഡ് അല്ലാത്ത സ്ത്രീകളെ വരെ എന്തെല്ലാം അപവാദങ്ങളാണ് ഓരോരുത്തർ വിളിച്ചു പറയുന്നത് അല്ലേ. നമ്മൾ എത്ര മാന്യമായിട്ടൊക്കെ വീഡിയോ ചെയ്താലും അതിന്റെ അടിയിൽ വരെ ചില ഞരമ്പന്മാർ വന്നിട്ട് മോശമായിട്ട് കമന്റ് ചെയ്യും. അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാണ്, അവരോട് എന്തും പറയാം, എന്തും സംസാരിക്കാം, അല്ലെങ്കിൽ അവരെന്തിനും കിട്ടും എന്നുള്ള തരത്തിലുള്ള ആൾക്കാരാണ്. ചില ആൾക്കാര് വളരെയധികം സാധാരണഗതിയിൽ തുടങ്ങിയിട്ട് പിന്നെ സംഭാഷണം മാറി മാറി വരുന്ന രീതിയിൽ കമന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ അറിയാം. ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ മാന്യം ചമയും, പിന്നീട് പതുക്കെ പതുക്കെയാണ് ഇവരുടെ സ്വഭാവങ്ങളൊക്കെ പുറത്തു വരിക. ഈ പൊതുസമൂഹം വിലയിരുത്തുന്ന മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നവർക്ക് വരെ ഇങ്ങനെയുള്ള, അത് ചെറിയ കുട്ടികൾക്ക് വരെ അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും ഇതുപോലുള്ള പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഹണി റോസിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി അവരുടെ ഉദ്ഘാടന പരിപാടികൾക്ക് അവര് ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ അവരെ വിമർശിക്കാനുള്ള അവകാശം ആർക്കുമില്ല. പിന്നെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കും അല്ലെ. എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഒരേ രീതിയിലായിരിക്കില്ല. വണ്ണമുള്ളവരുണ്ടാവും, വണ്ണമില്ലാത്തവരുണ്ടാവും, നല്ലോണം മെലിഞ്ഞിട്ടുള്ളവരാവും, നല്ലപോലെ തടിച്ചവരുണ്ടാവും, ഓരോ അവയവത്തിനും വലിപ്പ വ്യത്യാസങ്ങളുള്ളവരുണ്ടാവും. അവരൊക്കെ ഏത് ഡ്രസ്സ് ധരിച്ചാലും അതൊക്കെ എത്ര കവർ ചെയ്ത് നടന്നാലും സ്വാഭാവികമായിട്ട് അതൊക്കെ പുറത്ത് എക്സ്പോസ്ഡ് ആവും. കുറച്ച് വണ്ണുള്ള ശരീരം നല്ല ഉള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അത് എക്സ്പോസ്ഡ് ആവും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരപ്രകൃതി അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. അത് അവര് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതൊന്നുമല്ല, അവരെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അത് നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് ഒരു വേദിയിലേക്ക് വരുന്നു എന്നുള്ളത് വെച്ചിട്ട് അവര് ഡ്രസ്സ് അഴിച്ചിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. അവര് ഡ്രസ്സ് ചെയ്തിട്ട് തന്നെയല്ലേ വരുന്നത്. കവർ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ അവരുടെ ശരീരം അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ പേരിൽ അവരെ വിമർശിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് മനസ്സിലാവാത്തത്. നമുക്കറിയാം, ഇപ്പൊ ഹണി റോസ് എന്നല്ല, സാധാരണക്കാരിയായിട്ടുള്ള കുറച്ച് തടിയുള്ള, കുറച്ച് ദേഹമൊക്കെ കുറച്ച് അധികമുള്ള സ്ത്രീകളെ പൊതു സമൂഹം വിലയിരുത്തുന്നൊക്കെ ഇത്തരത്തിൽ തന്നെയാണ്. അത് അവരുടെ ശരീരപ്രകൃതിയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല.
അവരേത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാലും അവരെ വൾഗറായി നോക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ പിന്നെ ഒരു ഹണി റോസ് മാത്രമല്ല ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളുടെ വസ്ത്രത്തിന്റെ പേരിൽ, ഒരാളുടെ ശരീരപ്രകൃതിയുടെ പേരിൽ അവരെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്, പൊതുമധ്യത്തിൽ അപമാനിക്കുന്നത്? അതിനൊന്നും ആർക്കും അധികാരമില്ല. അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെ? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിക്കട്ടെ. എനിക്ക് ഏതാണോ നല്ലത്, എനിക്ക് ഏതാണോ ചേരുന്നത്, എനിക്ക് ഏതാണോ ഇണങ്ങുന്നത്, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരല്ലോ തീരുമാനിക്കേണ്ടത്. ഹണി റോസിന് ഏത് വസ്ത്രമാണ് ചേരേണ്ടത്, അവർ ഏത് ഉദ്ഘാടനങ്ങൾക്ക് ഏത് വസ്ത്രമാണ് ഇടേണ്ടതെന്ന് അവരുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് തീരുമാനിക്കുന്നത്, അവരുമാണ് തീരുമാനിക്കുന്നത് അല്ലെ? അവരെ കോസ്റ്റ്യൂം ഡിസൈനർ അവരെ മാക്സിമം അപ്പൊ അവരെ വിളിക്കുന്നത് എന്തിനാണ്? ഒരു ഉദ്ഘാടനത്തിന് അവരെ വിളിക്കുന്നത് എന്തിനാണ്? ആ മാക്സിമം ആള് കൂടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അവരുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹണി റോസിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി ഹണി റോസ് ആയിരിക്കും. അതിന് പ്രധാന കാരണം അവരുടെ ശരീരഘടന തന്നെയാണ്. അത് ഈ പല സ്ഥാപനങ്ങളും മുതലെടുക്കുന്നുണ്ട്, ഇല്ലാതല്ല. അപ്പൊ അവര് മാക്സിമം സുന്ദരിയായിട്ട് വരിക എന്നുള്ളത് അവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അവർ അത്രയും ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ വരുന്നത്. അപ്പൊ ആളുകളെ അവിടെ വരുത്തേണ്ട ഉത്തരവാദിത്തം, കാരണം 50 ലക്ഷം ഒക്കെയാണ് അവർ ഒരു ഉദ്ഘാടനത്തിന് വാങ്ങണമെന്ന് പറഞ്ഞാൽ, ആ 50 ലക്ഷം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആളുകളെ അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത്. അല്ലാതെ അവര് നോർമലി എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ അവരെ വീട്ടിലോ ഒന്നും ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ടല്ല അവർ നിൽക്കുന്നത്. പിന്നെ ഇനിയും അവരെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ അവര് ചെല്ലുന്ന പരിപാടികൾക്ക് അത്രയധികം ആള് കൂടണം, സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ അടുത്ത ഉദ്ഘാടനം അവർക്ക് കിട്ടുള്ളൂ. അത് നമുക്കറിയാം. നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ടുള്ള ആളുകളെ മാത്രമേ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർ മാക്സിമം അവരുടെ തൊഴിലിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് അവരെ വസ്ത്രം ധരിക്കുന്നത്. കാരണം അവരെ എന്തിനാണ് വിളിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ വെച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും ആ രീതിയിൽ അവരാ ഡ്രസ്സ് കണ്ടിട്ട് അവരെ തരം താഴ്ന്ന രീതിയിൽ കാണുകയും ആ തരം താഴ്ന്ന രീതിയിൽ അവരെ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവരെ വിമർശിക്കുകയും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഞരമ്പന്മാര് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം. എത്ര പണോ പദവിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, എത്ര പിടിപാടുണ്ടായിക്കോട്ടെ, കൊടികെട്ടിയ വക്കീലുണ്ടായിക്കോട്ടെ, എന്നാലും നിയമത്തിന്റെ മുന്നിൽ ഞാൻ നിസാരക്കാരനാണ്. ഇങ്ങനെയൊരു അധിക്ഷേപം ഒരു സ്ത്രീക്ക് നേരെ നടത്തിയിട്ട് എനിക്ക് അങ്ങനെ കൂളായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇന്നിപ്പോ കോടതി നടത്തിയിരിക്കുന്നതാണ് തോന്നുന്നത്.